നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പുറകിൽ കാണുന്ന കിടിലം വീട് കണ്ടോ? ഈ വീടിൻ്റെ ഹോം ടൂർ വിശേഷങ്ങളാണ് ഇന്നത്തെ മൈ ബെറ്റർ ഹോം വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ ആലുവയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കിടിലനായിട്ട് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്ന ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീടും ആംബിയൻസുമാണ് ഇവിടെ ഉള്ളത്. നല്ല ഭംഗിയുള്ളൊരു ലാൻഡ്സ്കേപ്പ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തൊക്കെ കോബിൾ സ്റ്റോൺ ആണ് നൽകിയിരിക്കുന്നത്. നാച്ചുറൽ ഗ്രാസ് ആണ് ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു പാത്വേ നേരെ കയറി വരുന്നത് കാർപോർട്ട് സ്പേസിലേക്കാണ്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാർപോർച്ച് ഇവിടെ നൽകിയിരിക്കുന്നു. അതിൽ ഈ ഭാഗത്ത് ഇതേപോലെ ഒരു റൗണ്ട് റോളർ ഉപയോഗിച്ചിട്ട് നല്ലൊരു ഓപ്പണിംഗ് സ്റ്റൈൽ അവിടെ നൽകിയിട്ടുണ്ട്. കാർപോർച്ചിൻ്റെ റൂഫിലേക്ക് വരുന്ന സമയത്ത് വുഡൻ റൂഫിംഗ് ആണ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ എലിവേഷൻ ആണ് റോഡിലൂടെ പോകുന്ന ആരും ഫസ്റ്റ് ഒന്ന് നോക്കി പോകുന്നത്. ആ ഒരു എലിവേഷൻ്റെ മോഡേൺ സ്റ്റൈലിങ്ങും അതിൻ്റെ റൂഫ് കോൺക്രീറ്റിങ്ങും ഒക്കെ വേറൊരു ലെവലിൽ തന്നെ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഈ ഒരു ഷോവാള് വീടിൻ്റെ എലിവേഷൻ ഡിസൈനിൽ നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഒരു ടെക്സ്ചേർഡ് ഫിനിഷാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആക്ച്വലി ഇതൊരു ടൈൽ സർഫസ് ആണ്. ടൈൽ വെച്ചിട്ട് അതിൽ അപ്പോക്സി നൽകിയിട്ടാണ് ഈ ലൈനിങ്സ് ഒക്കെ നൽകിയിരിക്കുന്നത്. കറക്റ്റ് ഒരു ടെക്സ്ചർ പെയിൻറ് ചെയ്തൊരു എഫക്റ്റ് ഇതിന് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഏത് ക്ലൈമാറ്റിക് കണ്ടീഷനിലും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ടൈൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ ആണ് സിറ്റ് ഔട്ടിന് നൽകിയിരിക്കുന്നത്. ഇതേപോലെ 2 പില്ലേഴ്സ് സെൻറ്ററിൽ നൽകിയിട്ടുണ്ട്. ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒത്തിരി ആളുകൾക്ക് ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ സാധിക്കും. വീതി വളരെ മിനിമൽ ആയിട്ടുള്ള 1.2 മീറ്റർ മാത്രമേ നൽകിയിട്ടുള്ളൂ. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു മോഡേൺ ടൈപ്പ് ലെയേർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഫ്രണ്ട് ഡോറാണ് നൽകിയിരിക്കുന്നത്. വലിയൊരു പുൾ ഹാൻഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിനകത്ത് കയറിയിട്ട് ഇൻറ്റീരിയർ പോർഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യം നമുക്ക് കാണാം. ആദ്യമായിട്ട് ഈ ഒരു ഫേസ് നമ്മുടെ ചാനലിൽ കാണുന്ന ആളുകൾക്ക് വേണ്ടി പേരും ഓഫീസിൻ്റെ പേരും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തും. നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. നമ്മുടെ സ്ഥാപനം ഒറൻസായി ബിൽഡേഴ്സ് ആണ്. ഒറൻസായി ബിൽഡേഴ്സ് ആണ്. ഇവരുടെ 2 പ്രൊജക്റ്റുകൾ ഇതിനു മുമ്പ് നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ ഓഫീസ് വരുന്നത് എവിടെയാണ്? നമ്മുടെ ഓഫീസ് ഇവിടെ ആലുവയിൽ തന്നെയാണ് വരുന്നത്, എറണാകുളത്ത് ആലുവയിൽ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലവും ആലുവയിൽ തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീടിൻ്റെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. തീർച്ചയായും ഹൗസ് ഓണേഴ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അല്ലേ? സോ നമ്മുടെ ക്ലയൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ക്ലയൻറ്റിൻ്റെ പേര് മിസ്റ്റർ ശിവകൃഷ്ണ ഗോപാലൻ ആൻഡ് മിസ്സിസ് മീര മാലിനി. സോ അവരുടെ സെക്കൻഡ് പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. 2ാമത്തെ പ്രൊജക്റ്റാണ്. കഴിഞ്ഞ വർക്കിൽ നമ്മളൊരു അടിപൊളി പ്രൊജക്റ്റ് ആയിരുന്നു ഇവരുടെ ഫീച്ചർ ചെയ്ത്, കംപ്ലീറ്റ് മോഡേൺ സ്റ്റൈലിൽ. ഇതും അതേപോലെ തന്നെ ഒരു കിടിലം പ്രൊജക്റ്റാണ്. പക്ഷേ ഇതിൽ കുറേ സോളിഡ് എലമെന്റ്സ് കൂടെ, ഒരു ട്രഡീഷണൽ ആംബിയൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെ, ഇവിടുത്തെ ക്ലയൻറ്റ് ഒരുപാട് ട്രാവൽ ചെയ്യണതാണ്. അതുപോലെ തന്നെ കുറേ ആന്റിക് വാല്യൂസും ഒരുപാട് ക്യാരി ചെയ്യുന്ന ഒരു ക്ലയൻ്റ് ആണ്. സോ ആൻസിസ്ട്രൽ തിങ്സും കാര്യങ്ങളായാലും എവിടെ ട്രാവൽ ചെയ്താലും ആന്റിക്സ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ക്രാഫ്റ്റ് എലമെന്റ്സ് എല്ലാം കളക്ട് ചെയ്തിട്ടുള്ളൊരു പാറ്റേണിലാണ് യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് മേടിച്ച് വെക്കുക എന്ന് പറയുന്ന ഒരു ഹാബിറ്റുള്ള ആളുകൾ ഒത്തിരി പേരുണ്ടല്ലേ. അതെ. സോ അതുപോലെ തന്നെ ഒരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ വീട് നോക്കുകയാണെങ്കിൽ തന്നെ എവിടെയും ഒരു ബ്ലോക്കേജസ് ഇല്ല. തുറന്നു കഴിഞ്ഞാൽ അങ്ങറ്റം കിച്ചൺ വരെ നമുക്കൊരു വിസിബിലിറ്റി ഉണ്ട്. അതെ, മാത്രമല്ല ഡബിൾ ഹൈറ്റ് സ്പേസ് ആയതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് എയർ ടൈറ്റ് ഇല്ലാതെ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ നേരെ മുന്നോട്ട് പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെപ്പറേഷനും ഇല്ല, ഓപ്പൺ ഫീൽ ആണ്. ഓൺലി നമ്മളൊരു PVD കോട്ടഡ് സ്ക്രീൻസ് ഉണ്ട്. ഇത് PVD കോട്ടഡ് ആണ് അല്ലേ? അതിൽ ഫ്ലൂട്ടഡ് ഗ്ലാസും വരുന്നുണ്ട്. നല്ലൊരു കോമ്പിനേഷൻ, ഒരു ലക്ഷറി കോമ്പിനേഷനിൽ വരുന്നൊരു സംഭവം. ഇവിടെ ഒരു കോർട്ട്യാർഡ്, ഒരു പാറ്റിയോ സ്പേസ് പോലെ സ്പേസ് ഉണ്ട്. അതായത് ക്ലയന്റിന് മോർണിംഗിൽ ന്യൂസ് പേപ്പറും കാര്യങ്ങളും എല്ലാം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ്. ഇവിടെ മൊസ്കിറ്റോ നെറ്റ് ഒക്കെ കൊടുത്തിട്ട് അകത്തേക്ക് കൊതുകൊന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു മിനിമൽ സ്പേസ് ആണ്. ഒത്തിരി സ്ക്വയർ ഫീറ്റ് ഒന്നും അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടില്ല അല്ലേ? ടോട്ടൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ പ്രൊജക്ട്? മൊത്തം 3300 സ്ക്വയർ ഫീറ്റ് ആണ്. 3300 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. അപ്പോൾ അതിൽ അത്യാവശ്യം 4 ബെഡ്റൂം വരുന്നുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കോമൺ ഏരിയ വരുന്നുണ്ട്. അതെ, ഒരു ലിവിംഗ് റൂം, 3 ലിവിംഗ് റൂം വരുന്നുണ്ട്. ഒരു ഫോർമൽ, ഫാമിലി, ഒരു അപ്പർ ലിവിംഗ് റൂം, പിന്നെ അത് കൂടാതെ ഒരു വർക്ക് ഏരിയ, പിന്നെ ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. അതെ, ഈ ഒരു ഭാഗത്ത് ഓപ്പൺ കിച്ചൺ ആണ് നൽകിയിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഓപ്പൺ കിച്ചൺ ഒരു ട്രെൻഡിങ് ആണ് എല്ലാ വീട്ടിലും അല്ലേ? ചെറിയ രീതിയിലാണെങ്കിലും ആളുകൾ ഓപ്പൺ കിച്ചൺ ഇഷ്ടപ്പെടുന്നുണ്ട്. അതെ. ഈ കിച്ചണിലേക്ക് വരികയാണെങ്കിൽ അതിൽ കളർ തീമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ പ്ലസ് വൈറ്റ് ആണ്. ഈ വീട്ടിൽ പല സ്ഥലത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡ് എലമെന്റുകൾ നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വൈറ്റ് വാൾ ഫിനിഷ്, ലാമിനേറ്റ് ഫിനിഷ് വൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്.
അതിലെന്തെങ്കിലും പ്രത്യേക പർപ്പസ് കണ്ടിട്ടാണ് അങ്ങനെ? അത് ബേസിക്കലി ഒരു രണ്ട് രീതിയിൽ കോൺസെപ്റ്റിലാണ് നമ്മളത് യൂസ് ചെയ്തത്. വൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നും. പിന്നെ ഓൾമോസ്റ്റ് ഇവിടുത്തെ ഫ്ലോർ ഹൈറ്റ് തന്നെ കൂടുതലാണ്, 11 foot ആണ്. അപ്പൊ ക്ലയന്റിന് കുറച്ചും കൂടി ഒരു സ്പേഷ്യസ് ഫീൽ കിട്ടണമെന്നുണ്ട്. സോ അതുകൊണ്ടാണ് വൈറ്റ് നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് നിർത്തിയത്. വൈറ്റ് നിൽക്കുന്ന സമയത്ത് ലൈറ്റ് നന്നായിട്ട് റിഫ്ലക്റ്റ് ആവുകയും നല്ല വെളിച്ചം വീട്ടിൽ ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല നല്ല സ്പേഷ്യസ് ആയിട്ട് നമ്മൾ ഇന്റീരിയർ ഫീൽ ചെയ്യിക്കാനും അത് സഹായിക്കും അല്ലേ? കക്കേഴ്സിനൊക്കെ നൽകിയിരിക്കുന്ന മെറ്റീരിയൽ എന്താ? നമ്മള് മറൈൻ പ്ലൈയും അതുപോലെ തന്നെ മൾട്ടിവുഡും. മറൈൻ പ്ലൈയും മൾട്ടിവുഡ് ഉപയോഗിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള സിങ്കിന്റെ പോർഷൻസിലേക്കൊക്കെ വരുമ്പോഴാണ്. ഇവിടുത്തെ ഒരു വർക്ക് ട്രയാങ്കിൾ ഞാൻ പരിചയപ്പെടുത്തുകയാണെങ്കിൽ വളരെ അടുത്ത് തന്നെ നിൽക്കുന്ന വളരെ സൗകര്യമുള്ളൊരു കിച്ചൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെയാണ് സിങ്ക് നൽകിയിരിക്കുന്നത്, ഇതാണ് ഹുഡ് ആൻഡ് ഹോബിന്റെ പൊസിഷൻ നൽകിയിരിക്കുന്നത്, ഇവിടെയാണ് റെഫ്രിജറേറ്ററിന്റെ പൊസിഷൻ നൽകിയിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും മൂന്നും അല്ലേ? നല്ല സ്റ്റോറേജ് സ്പേസും മുകളിൽ നൽകിയിട്ടുണ്ട്. ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്തു അല്ലേ? അതെ. ഇവിടെയൊക്കെ ലാമിനേറ്റ്സ് അല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്? ഹൈ ഗ്ലോസ് ലാമിനേറ്റ്സ്. ഈ കൗണ്ടർ ടോപ്പ് എന്താ ചെയ്തിട്ടുള്ളത്? കൗണ്ടർ ടോപ്പ് നമ്മുടെ സിംബോളയുടെ ചെഫ്ടോൺ എന്ന് പറഞ്ഞ ടൈലുണ്ട്. ടൈലാണ്, അതായത് കിച്ചന്റെ കൗണ്ടർ ടോപ്പിന് ഉപയോഗിക്കാൻ പറ്റുന്ന സ്പെഷ്യലൈസ്ഡ് ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുണ്ട്. അതിനകത്ത് ലൈറ്റ് കൊടുത്തു അല്ലേ? അതെ. ഈ ലൈറ്റ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പാത്രങ്ങൾ നമ്മൾ കൂടുതലും ക്രിസ്റ്റൽ എലമെന്റ്സ് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്ലാസ് എലമെന്റ്സ് കൂടുതലും വെക്കുകയാണെങ്കിൽ ലൈറ്റ് കൊടുക്കുമ്പോഴേക്കും റിഫ്ലക്ഷൻ നല്ല രീതിയിൽ വരും. പക്ഷെ അത് ടോട്ടലി നമുക്ക് ഉള്ളിലുള്ളത് കാണണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലൂട്ടഡ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ഡിഫ്യൂസ് ചെയ്തിട്ട് വരുമ്പോഴേക്കും രസമായിരിക്കും. യെസ്. ശരിക്കും ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങളെ ഏത് സ്റ്റേജിൽ കോണ്ടാക്ട് ചെയ്യണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? പ്ലോട്ട് ഫൈനൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്ലോട്ട് സെലക്ട് ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും ഓക്കെയാണ്. ഇവിടുത്തെ ക്ലയന്റ് എങ്ങനെയായിരുന്നു? ഇവിടുത്തെ ക്ലയന്റ് പ്ലോട്ട് ഫൈനൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ കോൺടാക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലോട്ട് തന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ അതായത് ഈ സ്ഥലം മേടിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒപ്പീനിയൻ കൂടെ എടുത്തു. ഇവിടെ ഒരു വീട് വെച്ചാൽ ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുമോ, നമുക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നേരത്തെ ആക്ച്വലി ഒരു സിംഗിൾ പ്ലോട്ട് ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് 2 പ്ലോട്ട് ആയത്. പ്ലോട്ട് തിരിച്ചു വിൽക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരു 2 പ്ലോട്ടിലോട്ട് അഡ്വൈസ് ചെയ്തിട്ട്. എത്ര സെന്റ് സ്ഥലമുണ്ട്? മൊത്തം ഇത് 15 സെന്റ് ആണ്. 15 സെന്റ് സ്ഥലമുണ്ട്. എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്? 3300 സ്ക്വയർ ഫീറ്റ്. 3300 ആണ് പണിതിരിക്കുന്നത്. അതിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും 3 ബെഡ്റൂം, മുകളിൽ താഴെ ഒരു ബെഡ്റൂം, അങ്ങനെ ടോട്ടൽ 4 ബെഡ്റൂമുകളാണ്. അതെ. പിന്നെ ലിവിംഗ് ആണെങ്കിൽ ഒരു ഫോർമൽ ഉണ്ട്, ഒരു ഫാമിലി ലിവിംഗ് ഉണ്ട്, പിന്നെ ഒരു അപ്പർ ലിവിംഗ് ഉണ്ട്. അങ്ങനെ 3 ലിവിംഗ് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ വരുന്നു, അതിന്റെ തൊട്ട് ബാക്കിൽ വർക്ക് ഏരിയ സ്പേസ് ഉണ്ട്. സൗകര്യങ്ങൾക്ക് ഒരു കുറവില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. ഈ ഇന്റീരിയർ അടക്കമല്ലേ നിങ്ങൾ വർക്ക് ചെയ്യുക? അതെ, നമ്മൾ ഇന്റീരിയർ അടക്കമാണ്. അതായത് വീട് പണി നിങ്ങളെ ഏൽപ്പിച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഒരു ഹെഡേക്ക് കൊടുക്കണ്ട. ഞങ്ങൾ ഇന്റീരിയറിന്റെ വർക്കേഴ്സിനെ നോക്കണ്ട, ഡിസൈന് വേറെ നോക്കണ്ട, ഇലക്ട്രിക്കലിന്റെ ആളുകൾ വേറെ നോക്കണ്ട, നിങ്ങൾ ചെയ്യും. സോ ഇവരുടെ കമ്പനിയുടെ പേര് ഓറൻസായി ബിൽഡേഴ്സ് എന്നാണ്. ഓൾ കേരള നിങ്ങളുടെ സർവീസ് അവൈലബിൾ അല്ലേ? ഓൾ കേരള ഉണ്ട്, ഔട്ട്സൈഡ് കേരള, ഔട്ട്സൈഡ് കേരളയുണ്ട്. എവിടെയൊക്കെ വരും? ബാംഗ്ലൂർ ഉണ്ട്, കോയമ്പത്തൂർ ഉണ്ട്, തേനി ഉണ്ട്. അത് ശരി. തമിഴ്നാട്, കർണാടക, കേരള, 3 സ്റ്റേറ്റുകളിൽ നിങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കാണിക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ വീട് വിശദമായിട്ടൊന്ന് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഹൈലൈറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്ന ഈ ഒരു പാസേജ് സ്പേസിൽ ഫ്ലോറിങ്ങിൽ നൽകിയിരിക്കുന്നത് വുഡൻ പ്ലാങ്ക്സ് ടൈലുകളാണ്. ആക്ച്വലി ടൈല് തന്നെയാണ്, അതിൽ വുഡൻ ഫിനിഷ് ആണ് വരുന്നത്. ബാക്കിയുള്ള 2 ഭാഗത്തും മാർബിൾ ഫിനിഷ് വരുന്ന വെട്രിഫൈഡ് ഗ്ലോസി ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഗ്ലോസി പ്ലസ് മാറ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതേ വുഡ് കോമ്പിനേഷനോട് ചേരുന്ന രീതിയിൽ വുഡൻ സീലിംഗ് ആണ് ഈ ഒരു പാസേജ് സ്പേസിൽ നൽകിയിരിക്കുന്നത്. വൈറ്റിൻ്റെ ഒപ്പം ആ ഒരു വുഡൻ ലൂവർ സീരീസ് കൂടെ വരുന്ന സമയത്ത് നല്ലൊരു ആംബിയൻസ് വീടിൻ്റെ ഇൻറ്റീരിയറിൽ ലഭിക്കുന്നുണ്ട്. ആ ഒരു വാളിങ്ങനെ നേരെ വന്നിട്ട് ഈ ഒരു ഷോ വാളിലാക്കാണ് വരുന്നത്. അവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ വരുന്നു. നല്ല ഭംഗിയുള്ളൊരു ശില്പമാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേ രീതിയിൽ ഒരു ലൂവർ പാറ്റേൺ ആണ് അടിയിൽ നൽകിയിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് ഉണ്ട്. നേരത്തെ നമ്മൾ കാണിക്കാൻ വിട്ടുപോയതാണ്. ഒരു മിനിമൽ സ്പേസിൽ ചെയ്തിരിക്കുന്ന ഫാമിലി ലിവിങ് സ്പേസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 സീറ്റേഴ്സ് ഇവിടെ നൽകിയിരിക്കുന്നു. 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ TV യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വൈറ്റ് പ്ലസ് വുഡൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു TV യൂണിറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു ഓപ്പൺ കൺസെപ്റ്റ് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള പ്രൊജക്റ്റാണ് ഇത്. നമുക്ക് കാണാൻ സാധിക്കും. ലിവിങ്, ഡൈനിങ്, ഫാമിലി ലിവിങ്, കിച്ചണ്, ഇതെല്ലാം ഒരൊറ്റ സ്ട്രെച്ചിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നൽകിയിരിക്കുന്ന ചെയർസ് നോക്കിയേ. സാധാരണ ബാർ ചെയർസ് നമ്മൾ ഇങ്ങനെ ആ ഒരു വുഡൻ ചെയറിൽ ആ ഒരു റൊട്ടേറ്റിംഗ് ആക്ഷൻ നമ്മൾ കാണാറില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള റൊട്ടേറ്റിംഗ് ആട്ടോ ഇവിടെ നൽകിയിട്ടുള്ളത്.
വാഷ് നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. നേരത്തെ നമ്മൾ പറയാൻ വിട്ടുപോയി, വാഷിൻ്റെ ഏരിയ ഒരു മിനിമൽ സ്പേസിലാണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ഗ്ലാസ് നൽകിയിരിക്കുന്നു മിററായിട്ട്, അതിനകത്ത് ഇൻബിൽട്ട് ആയിട്ടുള്ള ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഒരു കോമൺ ടോയ്ലറ്റ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ, ഡൈനിങ് ടേബിളിലെ ചെയറാണ് നല്ല ഭംഗിയുള്ളത്, മരത്തിൽ ചെയ്തിരിക്കുന്ന ചെയർ, സോളിഡ് വുഡിൻ്റെ ഫേർണിച്ചർ എന്ന് പറയാം. അതിൽ കുഷൻ വർക്ക് ചെയ്തിരിക്കുന്നു, നല്ല മോഡേൺ ഫീൽ ഉണ്ട്. ഒരു ഇമ്പോർട്ടഡ് ആംബിയൻസ് ആണ് നമുക്കത് സമ്മാനിക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ ലുക്കിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ലെഗ് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പാണ് ഇതിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ബെഡ്റൂം ലേഔട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം മാത്രമേ നൽകിയിട്ടുള്ളൂ, അത് മാസ്റ്റർ ബെഡ്റൂമാണ്. മുകളിലേക്ക് കയറി പോകാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് മാത്രം ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കാം. ബാക്കിയുള്ള എല്ലാവർക്കും അപ്സ്റ്റെയറിൽ മുറികൾ കൊടുത്തിരിക്കുകയാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഫാമിലി ഏരിയാസ് മാക്സിമം സെറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു കൺസെപ്റ്റ് അല്ലേ അത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. മാസ്റ്റർ ബെഡ്റൂം നമുക്കൊന്ന് കാണാം. ഇതാണ് ബെഡ്റൂം. ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ ഒരു പാസേജ് സ്പേസ് ആണ് ആദ്യം കാണുന്നത്. മീഡിയം സൈസുള്ള ബെഡ്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. 4 മീറ്ററാണ് ഇവിടെ ലെങ്ത്ത് വരുന്നത്, 3.8 മീറ്ററാണ് ഇവിടെ വിഡ്ത്ത് വരുന്നത്. അതിലൊരു കിങ് സൈസ് കട്ടിൽ നൽകിയിട്ടുണ്ട്. 2 സൈഡ് ടേബിൾ 2 ഭാഗത്ത് നൽകിയിരിക്കുന്നു. വലിയൊരു ഹെഡ് ബോർഡ് നൽകിയിട്ടുണ്ട്. വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഹെഡ് ബോർഡ് യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതിന് കൂടാതെ തന്നെ ഇതേപോലെ അപ്പോൾസ്റ്ററി വർക്ക് ചെയ്തിട്ട് ഹെഡ് ബോർഡ് കുഷൻ വർക്കും ചെയ്തിട്ടുണ്ട്. വാൾ ലൈറ്റുകൾ നല്ല ഭംഗിയുള്ള വാൾ ലൈറ്റ് സെലക്ട് ചെയ്തിട്ട് വാളിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു. ബേ വിൻഡോ സിസ്റ്റം നൽകിയിട്ടുണ്ട്. ഇരിക്കാൻ വളരെ സൗകര്യമാണ് ഇത്തരത്തിലുള്ള ബേ വിൻഡോ സിസ്റ്റം. ഓപ്പോസിറ്റ് സൈഡിൽ വാർഡ്രോബ് നൽകിയിരിക്കുന്നു. വലിയ വാർഡ്രോബാണ്, 5 ഡോറുകളാണ് വാർഡ്രോബിന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഫുൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുകൾ ഭാഗത്ത് ഈ ലോഫ്റ്റ് ഏരിയാസ് ഒക്കെ നമുക്ക് ഹെവി സ്റ്റോറേജ് കപ്പാസിറ്റി ലഭിക്കുന്നതാണ്. കോട്ടിനും കട്ടിലും ഇതേ രീതിയിൽ സ്റ്റോറേജ് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഈ കട്ടിലിൻ്റെ സ്റ്റോറേജ് ഓപ്ഷൻസ് ആണ്. നമുക്ക് ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. എല്ലാ കട്ടിലിനും ഇത്തരത്തിലുള്ള സ്റ്റോറേജ് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. നമ്മളുടെ പില്ലോസ്, കംഫർട്ടർ, അതേപോലെ ബെഡ്ഷീറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ കട്ടിലിനകത്ത് തന്നെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഐഡിയ ഇത്തരത്തിൽ കോട്ടിൽ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് ഈ ഒരു മിറർ ഏരിയ. 2 ഭാഗത്തും ഇതേപോലെ ലൈറ്റ്സ് നൽകിയിരിക്കുന്നു. ഇവിടെ നൽകിയിരിക്കുന്ന ഒരു ഓട്ടോമൻ ചെയർ നോക്കൂ നിങ്ങൾ, നല്ല ഭംഗിയുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഓട്ടോമൻ ചെയറാണ് നൽകിയിട്ടുള്ളത്. മെറ്റൽ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. അതിൽ ഫുള്ളായിട്ട് കുഷൻ ഫാബ്രിക് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും ഇതേപോലെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ഷെൽഫ് നൽകിയിരിക്കുന്നു. അതിൽ ഡെക്കോർ ഐറ്റംസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാളിലാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ പൊസിഷൻ നൽകിയിരിക്കുന്നത്. ഗ്രേ ഫിനിഷ് ആണ് ടോയ്ലറ്റിൻ്റെ കളർ കോമ്പിനേഷൻ നൽകിയിരിക്കുന്നത്. വിട്രിഫൈഡ് ടൈലിലാണ് ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഗ്ലാസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വീട്ടിലെ ഗ്ലാസ് ലിഫ്റ്റ് നമുക്കൊന്ന് കാണാം. ഗ്ലാസ് ലിഫ്റ്റ് ഞാനിതിനെ വിളിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ വാൾസും ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. സൈഡ് വാൾസ് ഒക്കെ എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ്. ലിഫ്റ്റിൻ്റെ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഹെവി ആയിട്ടുള്ള മെറ്റൽ സ്ട്രക്ചർ നൽകിയിട്ടുണ്ട്. അത് ഫ്രെയിം സ്ട്രക്ചർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് പ്രോപ്പർലി സ്ട്രക്ചറലി ഡിസൈൻഡ് ആയതിനു ശേഷം നൽകിയിരിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ളൊരു സൂപ്പർവിഷനോട് കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു വർക്കാണ് ലിഫ്റ്റിൻ്റെ വർക്ക്. ലിഫ്റ്റിൻ്റെ ഓപ്പണിങ്സ് ഈ ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. നേരെ മുകളിലേക്ക് സ്റ്റെയർ കയറിയിട്ട് മുകളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു ഫീച്ചറാണ്. നമ്മുടെ ഒരു പുതിയ കാലത്ത് ലിഫ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യ ഘടകമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻസിൽ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ലിഫ്റ്റ് അവൈലബിൾ ആണ് താനും. നമുക്ക് ഈ ഒരു ലിഫ്റ്റിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റെയർ കേസ് സ്പേസിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഈ ലിഫ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇനീഷ്യൽ ഡിസ്കഷനിൽ ഇങ്ങനൊരു ലിഫ്റ്റ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള റിക്വയർമെൻറ്റ് അടിസ്ഥാനത്തിലാണ് ഒരു ലിഫ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ലിഫ്റ്റിൻ്റെ ആ ഒരു പർപ്പസ് കൊണ്ട് കൺജഷനായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഗ്ലാസ് വാളുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിലേക്ക് വരികയാണെങ്കിൽ സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ആണ് ഈ ഒരു വീട്ടിൽ നൽകിയിരിക്കുന്നത്. അതിൽ ഗ്ലാസ് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നു. ടോപ്പ് റെയിൽ SS-ൻ്റെ ടോപ്പ് റെയിലാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വുഡൻ ത്രെഡുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വുഡൻ ത്രെഡുകളായിട്ടാണ് നമുക്കതിൽ നടക്കുന്ന സമയത്ത് ഫീൽ ആവുന്നത്. ഈ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസിൽ ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു ബബിൾ ഫിനിഷിൽ വരുന്ന ലൈറ്റ് ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു മോഡേൺ ഫീല് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. 3 ബെഡ്റൂമുകളാണ് അപ്സ്റ്റെയറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു, മറ്റൊന്ന് തൊട്ടടുത്ത് തന്നെയാണ്. എൻ്റെ നേരെ മുന്നിൽ വേറൊരു ബെഡ്റൂം. അങ്ങനെ 3 ബെഡ്റൂമുകളാണ് അപ്സ്റ്റെയറിലുള്ളത്. ബെഡ്റൂമുകളുടെ ഡിസൈനൊക്കെ നമുക്കൊന്ന് കാണാം. ബെഡ്റൂംസിലൊക്കെ നൽകിയിരിക്കുന്നത് ഒരു മിനിമൽ ഇൻറ്റീരിയർ ഡിസൈൻസ് ആണ്. ഇവിടെ ഹെഡ് ബോർഡ് ആണെങ്കിൽ വാളിൽ ഫിക്സ്ഡ് ആയിട്ട് വുഡൻ ഹെഡ് ബോർഡ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് ടെക്സ്ചർ പെയിൻറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്.
അതിന് മുകളിൽ ലാമിനേറ്റ്സിൻ്റെ ഫിനിഷ് ഗ്ലോസി ആയിട്ട് നൽകിയിട്ടുണ്ട്. വാൾ ലൈറ്റ്സുകൾ നൽകുന്നു. കിങ് സൈസ് ബെഡാണ് നൽകിയിട്ടുള്ളത്. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു മിറർ യൂണിറ്റും അതിൻ്റെ ഒരു പപ്പി ചെയറുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനിൽ വരുന്നൊരു വാർഡ്രോബ് യൂണിറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള വെളിച്ചം ഈ ഒരു ബെഡ്റൂമിലേക്ക് വരാൻ 2 വിൻഡോസാണ് ഇവിടെ സഹായിക്കുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സ്പേസ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. വാർഡ്രോബിൻ്റെ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ഷെൽഫുകൾ നൽകിയിട്ട് നല്ല ഡെക്കോർ ഐറ്റംസ് നൽകാനുള്ള ഒരു സ്പേസ് കൂടെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകൾക്കും ഏതാണ്ട് ഒരേ സൈസാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. 3.8 മീറ്റർ ഇതിന് വിഡ്ത്ത് നൽകുന്ന സമയത്ത് 4 മീറ്ററാണ് ലെങ്ത്ത് നൽകിയിരിക്കുന്നത്. ആദ്യം തന്നെ കണ്ണിൽ വന്നിട്ടുള്ളത് ഈ ഒരു ബേ വിൻഡോ സിസ്റ്റമാണ്. ഇപ്പോൾ റൂമിൽ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് റൂമിലുണ്ടോ എന്നാണ് എപ്പോഴും നോക്കുക. ഒത്തിരി ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുകളിൽ ടൈലിട്ടിട്ട് ഇരിക്കുന്ന ഭാഗം നല്ല വൃത്തിയാക്കി സെറ്റ് ചെയ്തിരിക്കുന്നു. വലിയൊരു വിൻഡോയാണ് നൽകിയിട്ടുള്ളത്. കട്ടിലിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു വുഡൻ ആംബിയൻസ് ആണ് കട്ടിലിന് നൽകിയിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. ഹെഡ് ബോർഡ് ഹൈ ഗ്ലോസി ലാമിനേറ്റ് ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്നു. 2 എഡ്ജുകളും കേർവ്ഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സെൻറ്ററിൽ ഇതേപോലെയുള്ള ലൂവർ പാറ്റേൺ ആണ് നൽകിയിട്ടുള്ളത്. കട്ടിലിനും സെയിം ഫിനിഷിലുള്ള ലാമിനേറ്റ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ഓപ്പോസിറ്റ് വാളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. വൈറ്റ് വുഡൻ കോമ്പിനേഷൻ ആണ് വാർഡ്രോബിന് നൽകിയിട്ടുള്ളത്. ഓപ്പൺ ഷെൽഫ് ഇതാ സെൻറ്ററിൽ നൽകിയിരിക്കുന്നു. ബ്ലാക്ക് ഹാൻഡിൽ കൊടുക്കുന്ന സമയത്ത് ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് വരുന്ന സമയത്ത് നല്ലൊരു മോഡേൺ ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഭാഗത്താണ് മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു മിറർ യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് മിറർ കട്ട് ചെയ്തിരിക്കുന്ന ഒരു പപ്പി ചെയർ ഇവിടെ നൽകിയിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവിടുത്തെ ബാത്റൂം സ്പേസ് വരുന്നത്. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളും തമ്മിൽ ഡിസൈൻ വെച്ച് നോക്കുന്ന സമയത്ത് തീമിലൊരു കണക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതേ രീതിയിലുള്ളൊരു ഹെഡ് ബോർഡ് വുഡൻ ഫിനിഷിൽ ചെയ്തിരിക്കുന്നു. അതിനോട് ന്യൂട്രൽസ് അല്ലെങ്കിൽ പേസ്റ്റൽസ് ആണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ പാറ്റേൺ ഡിഫറെൻ്റ് ആണെങ്കിലും ആ ഒരു ഓവറോൾ തീം കൺസെപ്റ്റ് സിമിലർ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വലിയൊരു ഹെഡ് ബോർഡ് വരുന്നു. കിങ് സൈസിലുള്ളൊരു കോട്ട് വരുന്നു. വാളിലൊരു വാൾ പിക്ചർ നൽകിയിട്ടുണ്ട്. 2 വാൾ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് വാളിലേക്ക് വരുന്ന സമയത്ത് വാർഡ്രോബ് യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് മിറർ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട്. അത് ഈ ഒരു വാളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബേവിൻ്റെ സ്പേസ് ഇതാ ഇവിടെ നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ടൈലാണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കുള്ള പാസേജ് സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 2 ഭാഗത്തും ഡബിൾ ഹൈറ്റ് സ്പേസ് ആയതുകൊണ്ട് തന്നെ ഒരു ബ്രിഡ്ജിൻ്റെ ഫീലാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുക. 2 ഭാഗത്തെയും വലിയ ഷാൻലിയർ ലൈറ്റുകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. മോഡേൺ ഷാൻലിയർ ലൈറ്റ് എന്നാണ് ഇത്തരത്തിലുള്ള ഹാങ്ങിങ് ലൈറ്റുകളെ നമ്മൾ വിളിക്കാറുള്ളത്. നല്ല ഭംഗിയുള്ള ലൈറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല വീടിനകത്തേക്ക് വെളിച്ചം വരാൻ വേണ്ടിയിട്ട് വലിയ വിൻഡോസും ഈ വീട്ടിൽ പലയിടങ്ങളിലായിട്ട് കൊടുത്തത് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ആക്സസ് വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ബാൽക്കണി. അതിൽ തന്നെ വിഡ്ത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 1.2 മീറ്റർ ആണ് നമുക്ക് വിഡ്ത്ത് കാണാൻ സാധിക്കുക. ബാൽക്കണിയിൽ തന്നെ ഒരു പ്ലാന്റർ ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. നോക്കൂ, ഈ ഭാഗത്ത് ഒരു പ്ലാന്റർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല പ്ലാന്റ്സുകളൊക്കെ നൽകിയിട്ടുണ്ട്. വാളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് ഈ ലൂവേഴ്സ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള പ്രീമിയം ഫിനിഷുള്ള ലൂവേഴ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സാധാരണ ഇത്തരത്തിലുള്ള ലൂവേഴ്സ് വെയിൽ തട്ടുന്ന ഔട്ട്സൈഡ് സ്ഥലങ്ങളിൽ നമ്മൾ നൽകുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ലൂവേഴ്സ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. വെയിലടിക്കുന്ന സമയത്ത് ബെൻഡായി പോവാത്ത, കളർ ഫെയ്ഡായി പോവാത്ത തരത്തിലുള്ള പ്രൊഡക്റ്റ് വേണം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. അത്തരത്തിലുള്ള വോക്സ് പാനലിംഗ് പ്രൊഡക്റ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ പ്രൊഫൈൽ ലൈറ്റ് കൂടെ നൽകുന്ന സമയത്ത് ആ ഒരു മോഡേൺ ഫീല് നമുക്ക് നല്ല രീതിയിൽ വീടിൻ്റെ എലിവേഷൻ സ്പേസിൽ നിന്ന് കാണാൻ സാധിക്കും. വാളിൽ പ്ലാസ്റ്ററിങ് കട്ട് ചെയ്തിട്ടും ഇത്തരത്തിലുള്ള ആ ഒരു പ്രൊഫൈൽ ലൈറ്റിങ് നൽകിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മൾ കാണുമ്പം ടെക്സ്ചർ പെയിൻറ്റിങ് ആണ് എന്ന് കരുതുമെങ്കിലും ആക്ച്വലി ഇത് വാൾ ടൈൽസ് ആണ്. വാളിൻ്റെ തന്നെ എപ്പോക്സി ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നാച്ചുറൽ ലുക്ക്, ടെക്സ്ചർ ഫിനിഷിൻ്റെതായിട്ടുള്ള ലുക്ക് ആ ഒരു ടൈൽ പാറ്റേൺ ലഭിക്കുന്നുമുണ്ട്. നമ്മുടെ കൂടെയുള്ളത് ഈ വീടിൻ്റെ ഹൗസ് ഓണേഴ്സ് ആയിട്ടുള്ള ശിവകൃഷ്ണൻ സാറും അദ്ദേഹത്തിൻ്റെ വൈഫുമാണ്. സാർ നമസ്കാരം. നമസ്കാരം. ഞങ്ങളിപ്പോൾ ഈ വീട് ഫീച്ചർ ചെയ്യുന്ന സമയത്ത് വീടിൻ്റെ പല ഭാഗങ്ങളും കാണിച്ചു. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ്. അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത്. വീട്ടിൽ താമസിച്ചതിന് ശേഷം ഒരു വീട്ടിൽ യൂസറിനോ വീട് ഉപയോഗിക്കുന്ന ആളെന്നോ എന്ത് വേണേൽ പറയാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ ഈ വീട്ടിൽ? ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങളുടെ കോൺസെപ്റ്റ് വെച്ച് തന്നെ
the contractors did a good job. Okay. ഞാനിത് ആദ്യം പ്ലാൻ ചെയ്യണത് 2014 ജാനുവരിയിലാണ്. ഓ അത് ശരി അത് ശരി. അപ്പോൾ ഏകദേശം മാർച്ചിൽ വർക്ക് തുടങ്ങി 16 months കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. യെസ്, സാറ് ഈ സമയത്തും സ്റ്റിൽ വർക്കിംഗ് ആണ് കേട്ടോ. ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ട് സാർ ഇപ്പോൾ ഓഫീസിൽ നിന്ന് കുറച്ച് സമയം ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്താണ് നമ്മളിപ്പം സംസാരിക്കുന്നത്. അപ്പോൾ ശരിക്കും എന്നെപ്പോലുള്ള യങ് ആയിട്ടുള്ള ആളുകൾക്ക് കണ്ടുപിടിക്കേണ്ട ഒരു എനർജി കൂടെയാണ് അതെന്ന് തോന്നുന്നു. സാർ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ ഒരു എനർജി വീടിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചുകൂടെയും ഒരു ലൈറ്റ് റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആണ് വീട്ടിൽ മൊത്തമായിട്ട് കാണാൻ കഴിയുന്നത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് തീമാണ് മൊത്തത്തിൽ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒരു വീട് ഈ ഒരു ഇൻറ്റീരിയർ കൺസെപ്റ്റ് ആയിരിക്കണം എന്ന് നേരത്തെ ഒരു ഇൻപുട്ട് കൊടുത്തതാണോ അല്ലെങ്കിൽ അവർ തന്നെ തീരുമാനിച്ചത്? എനിക്ക് ചെറിയ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അവരാണ് കൂടുതൽ ഡെവലപ്പ് ചെയ്തത്. ഇൻറ്റീരിയർ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഇമാജിനേഷൻ പോലെ ചെയ്തു. യെസ്, മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമോ? എങ്ങനെയുണ്ടായിരുന്നു ഓറൻസായി ബിൽഡേഴ്സിൻ്റെ ഒരു സർവീസ്? Very good, and KK has become a part of our, I mean Kishore has become a part of our family. KK എന്നാണ് വിളിക്കുക അല്ലേ, ഷോർട്ടായിട്ട്? And he has done a very good, excellent job, and there is a positive vibe in this house, you know. കറക്റ്റ്. That's what we are very ഞാൻ ആ വീഡിയോയിൽ അത് പറഞ്ഞു. ഒരു എയർ ടൈറ്റ് ഇല്ലാതെ നമുക്കൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ വീടിനകത്ത് ഫീൽ ചെയ്യും. because we both read a lot. അപ്പോൾ ഞങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറും ഇറ്റ്സ് റിയലി ഗുഡ് ലൈറ്റ് ആൻഡ് എവറിത്തിങ് ഇസ് ദേർ, ആൻഡ് റിലാക്സ് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഉണ്ട്, ധാരാളം ഉണ്ട്. ഞങ്ങളുടെ കുട്ടികളും ഭയങ്കര ഹാപ്പിയാണ്. കുട്ടികളൊക്കെ ഇപ്പം പുറത്താണോ? പുറത്താണ്. അവർ ആനുവലി വരികയാണോ ചെയ്യുക? യെസ്, അവരൊക്കെ വന്നിരുന്നു. they were all very happy. ഓക്കെ, thank him also. ഓക്കെ, താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള അവസരം തന്നതിനും ഇങ്ങനെ ഒരു സംസാരത്തിന് വേണ്ടിയിട്ടിരുന്നു. താങ്ക് യു. സോ ഈ വീഡിയോ ഓൾമോസ്റ്റ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് ഓറൻസായി ബിൽഡേഴ്സ് ആലുവയിൽ ചെയ്തിരിക്കുന്ന ഒരു മോഡേൺ പ്ലസ് ട്രഡീഷണൽ എലമെൻറ്റ്സ് കൂടെ ഫ്യൂഷൻ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന വീടിൻ്റെ വിശേഷങ്ങളാണ്. ഈ വീടിൻ്റെ പ്ലാനിങ് സ്റ്റേജ് മുതൽ വീടിൻ്റെ എക്സിക്യൂഷൻ ഹാൻഡ് ഓവർ വരെയുള്ള A to Z കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഓറൻസായി ബിൽഡിങ്സ് ആണ്. നല്ല ക്വാളിറ്റിയുള്ള കൺസ്ട്രക്ഷൻ, നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ ഡിസൈൻ, ഉത്തരവാദിത്തമുള്ള ഒരു ഡീലിങ്സ് കാര്യങ്ങൾ, നല്ല എക്സിക്യൂഷൻ തുടങ്ങിയിട്ടുള്ളതാണ് ഓറൻസായി ബിൽഡേഴ്സിൻ്റെ ഒരു ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വീട് വെക്കുന്ന ആളുകൾക്ക് നല്ലൊരു ബിൽഡേഴ്സിനെ, ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനെ, നല്ലൊരു ആർക്കിടെക്ട്സിനൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ടീമാണ് ഓറൻസായി ബിൽഡേഴ്സിൻ്റെത്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ട്. അവർ ചെയ്തിരിക്കുന്ന വേറെയും പ്രൊജക്റ്റുകൾ, അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. വീട് വയ്ക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓഫീസിൽ നേരിട്ട് വരണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം വരാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കുക. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.